നമ്മൾ കേരള സ്റ്റൈൽ പുളിയില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് സ്പെഷ്യലായിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് നമുക്കൊന്ന് നോക്കാം. കണ്ട നല്ല പൊന്തി വന്നിട്ട് പുളിക്കാത്ത അപ്പമാണ്. അപ്പം 2 കപ്പ് പച്ചരി, അതിന് ആ കപ്പിന് തന്നെ 1 കപ്പ് ചോറ്, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ, അത് 3 എടുത്തിട്ട് നമുക്ക് എന്താക്കാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ചോറും അരിയും തേങ്ങയും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഈസ്റ്റും ഉപ്പ് നമ്മൾ ലാസ്റ്റ് അരച്ച് കഴിഞ്ഞിട്ടാണ് ഇടേണ്ടത്. അപ്പം ഈ അരി, ഈസ്റ്റ്, ചോറ്, തേങ്ങ, ഒരുമിച്ചിട്ട് ഒരു ബൗളിലെടുത്ത് വെക്കാം. ഉപ്പ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇടുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇടുന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് അതിൽ ഇട്ടാൽ മതി. ഇട്ടിട്ടില്ലെങ്കിൽ എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം എങ്ങനെ അതിന് എത്ര ഉള്ളത് അതിന് കണക്കായിട്ട് ആ ബോളിൽ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. അരിയും തേങ്ങയും ഈസ്റ്റും ചോറും കൂടി ഇട്ടിട്ടുള്ള മിക്സ് കുതിർത്തി വെക്കുക. 4 മണിക്കൂറാണ് കുതിർത്തി വെക്കേണ്ടത്. നമ്മൾ 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം ആ അരി മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് അല്പം മിക്സിൻ്റെ ജാറിലിടുക. ആ വെള്ളം തന്നെ അതിലുള്ള ആ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, അത് ചെറുങ്ങനെ വന്നിട്ട് ഇതായിട്ടുണ്ടാവും. നല്ല ഒന്ന് പുതിർന്ന് വന്ന ആ വെള്ളത്തിൽ തന്നെ അരി അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അരച്ച് ഒരു 3 മണിക്കൂർ നമ്മളത് പൊത്തി വെക്കണം. 3 മണിക്കൂറിന് ശേഷം നമുക്ക് എന്താക്കാം, അപ്പം കല്ലിലേക്ക് ഒഴിച്ചിട്ട് നല്ല ചൂടായ, നമ്മളിപ്പോൾ ഇത് ദോശക്കല്ലാണ് ചുട്ട, അപ്പക്കല്ലുള്ളവർ അപ്പക്കല്ലിൽ അപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമില്ല, അതിൽ ഓരോന്നാക്കിയിട്ട് ചുടാം. നല്ല വൃത്തിക്കാവും. നമ്മൾ ഒറോട്ടിൻ്റെ കല്ലില്ല, ഒറോട്ടിക്കല്ലാണിത്. ഒറോട്ടിക്കല്ലിലാണ് നമ്മളിത് ചുട്ടെടുത്തിട്ടുള്ളത്. പൊത്തിയിട്ട് വേണ്ടിയിട്ട് പൊത്തിച്ചും ചുടാം, നമ്മൾ അടച്ച് വെച്ചിട്ടും ചുടാം, അല്ലാണ്ടും ചുടാം. ഉണ്ടോ, വളരെ നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് അപ്പം റെഡി. സോഫ്റ്റായിട്ടുള്ള അപ്പം. ഇതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷനാണ്.